ആ രാത്രി ഞാൻ ഒരു ഓട്ടം 8 മണിക്കുള്ള പ്രാന്തിയെപ്പോലെ ഓടുമായിരുന്നു. ഒരു നെറ്റിനകത്ത് കണ്ട സർവ്വം മന്ത്രിമാരെ വിളിക്കുന്ന, സകല പോലീസുകാരെ വിളിക്കുന്ന, സകല മനുഷ്യരെ അന്ന് വിളിക്കും. പക്ഷെ ഒരാളും എനിക്ക് ഹെൽപ്പ് ചെയ്തില്ല. രാത്രി 2 മണിക്ക് ഞാനിങ്ങനെ വിളിച്ച് ലാസ്റ്റിൽ പോയി നരേന്ദ്രമോദിയുടെ പോർട്ടലിൽ, പ്രൈം മിനിസ്റ്ററുടെ പോർട്ടലിൽ. പക്ഷെ ഇത്രയും പേരെടുക്കാഞ്ഞെടുത്ത് അവിടെ ഫോണെടുത്തു. എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതേ ഈ ചെറിയൊരു പ്രശ്നത്തിലല്ല. അതാദ്യം ചിന്തിക്കണം. ആ കുട്ടിയെ അവിടെ സമ്മതമില്ലാതെ അവളെ ദുരുപയോഗം ചെയ്യുക. ഒരു അടി പോലും കൊടുത്തില്ല. എൻ്റെ ദേശത്തിന് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക. ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ അടുത്ത ബന്ധുക്കൾ നമ്പർ ബ്ലോക്ക് ചെയ്തവരുണ്ട്. എൻ്റെ ഞങ്ങളെ വീട്ടിൽ കയറ്റാത്തവർ പോലും ഉണ്ട്. ഇപ്പം പറയുന്നില്ല അതിജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പൈസ കൊണ്ട് അവരൊക്കെ ഓപ്പൺലി വന്നു പറയുവാണ്. പക്ഷെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരോ ഈ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് 10-5 എല്ലാവരുടെ കടം മേടിച്ച് ചോദിക്കാൻ ഒരാളില്ല. ഒരു 2 ദിവസമൊക്കെ ഞങ്ങൾ ബ്രെഡ് മാത്രം കഴിച്ച് നിന്നു. ഇന്ന് 2 വർഷം 20 ദിവസമായി കേസ്. 20 ദിവസമായി. ഇന്ന് വരെ കേസ് വിചാരണയ്ക്ക് എടുത്തിട്ടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും പൈസയുടെ പുറകിനാണ് ഈ ഒരു കാലത്ത്. ഫേസ്ബുക്കിനകത്തൊക്കെ കൂട്ടുകാരുടെ മക്കളെയൊക്കെ ഇടുമ്പോഴേ എനിക്ക് വിഷമമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായി? പലപ്പോഴും പറയുന്ന പെണ്ണിൻ്റെ കുറ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു കേസിൽ പ്രതികളെന്ന് പറയുന്നവരെല്ലാം പല രീതിയിലുള്ള വീഡിയോ ഇറക്കുന്നതും അവർക്കെന്തോ വേറെ ബന്ധമുണ്ടെന്നും, അതായത് എത്രയും പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ ക്യാരക്ടർ മോശമാക്കി കാണിക്കാൻ പറ്റുമോ അത് മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ കുറിച്ച് മൊത്തവും അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. ഇതെല്ലാം കേട്ട് മടുത്തുപോയി. ആദ്യമൊക്കെ കരയുമായിരുന്നു, പ്രതികരിക്കും, പ്രാന്തിയെ പോലെ നിൽക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തുടങ്ങി. കാരണം കുഞ്ഞിൻ്റെ കൗൺസിലിങ് കഴിഞ്ഞ് ഞങ്ങൾ ബോംബെ ചെന്നപ്പം അപ്പം അതിനു മുമ്പ് ആ സ്ത്രീ ഞങ്ങളുടെ അടുത്തൊന്ന് മാറി, അപ്പുറത്തോട്ട് മാറി വേറെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി. അപ്പം ആ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സാധനവും ഇല്ല. ഇതെല്ലാം ഇവർ കൊണ്ടുപോയി. ഇവർക്കൊന്നും ഇല്ലായിരുന്നു. എല്ലാം കൊണ്ടുപോയി. പിറ്റേന്ന് ഞാൻ രാവിലെ അവരുടെ വീട്ടിൽ ചെന്നു. സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഇവരോട് സംസാരിക്കാൻ നിന്നില്ലായിരുന്നു. ഒരു അടി പോലും കൊടുത്തില്ല. ഇന്ന് വരെയും ഒരാളെ തല്ലരുത് എടുക്കരുത് അല്ല, അതിലൊക്കെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇടപെട്ട ഒരാൾ പോലും അവരെ തല്ലരുതെന്നുള്ളതാണ്. കാരണം അവർക്ക് വെറും 37 കിലോ ഉള്ളൂ. ഞാൻ ശരിക്കും ഒരടി കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ദേശത്തിന് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക. അങ്ങനെ വരാൻ പാടില്ല. പിന്നെ അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അവർ അപ്പോഴും ഭയങ്കരമായിട്ട് ആ സമയത്ത് ആ സ്ത്രീയോടെ ഞാൻ കൺട്രോളിൽ തന്നെ നിന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ വീട്ടിൽ പോയി ഇവരെ കണ്ടപ്പം കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. വീണ്ടും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് കൂട്ടുകാരെല്ലാം കൂടെ വന്ന് എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് എന്താ പറയുന്നത്, എല്ലാ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് സമാധാനിപ്പിച്ചു, ഇരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പം പിന്നെ എന്നോട് ആദ്യമേ ഇവിടുന്ന് കൗൺസിലിങ് പറഞ്ഞൊരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് ആ സ്ഥലം മാറും. സ്ഥലം മാറി. അതിനകത്ത് വലിയ വിഷമം എന്താണെന്ന് പറയട്ടെ, നമ്മൾ താമസം മാറി. ആ വീട്ടിൽ തന്നെ ഞാൻ 6 മാസത്തെ വാടക പെൻഡിങ്ങിൽ താമസിച്ച വീട്ടിൽ പുതിയൊരു വീടെടുക്കാൻ പൈസയില്ല. അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ കൗൺസിലിങ് വന്ന ഞങ്ങളുടെ ബന്ധു എന്ന് പറയുന്ന പുള്ളി വിളിച്ച് ഇവിടുന്നൊക്കെ, പുള്ളിക്കും വലിയ സാമ്പത്തിക സ്ഥിതിയില്ല, പക്ഷേ ഇവിടുന്നൊക്കെ പലിശയ്ക്ക് എടുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അവിടുത്തെ റൂം, സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ അവിടേക്ക് എനിക്ക് വിഷമം വരുന്നത് എന്താണെന്ന് പറയട്ടെ, നമ്മൾ റൂം കാലിയാക്കുക. ആ സ്ത്രീ അവിടെ കിടന്ന് ഞങ്ങളുടെ റൂമിൻ്റെ ഓണർ ഭയങ്കര ഒച്ചത്തി വഴക്കിടുക. എൻ്റെ വാടക ഇവിടുന്ന് രാത്രി 10 മണിക്കാണ് ഞങ്ങൾ റൂമിൽ സാധനം എടുത്ത് വെളിയിൽ വെച്ചേക്കുക. അപ്പം ഇവർ പൈസ അതാന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ഉറക്കെ സംസാരിച്ചിട്ട് അവസാനം അതിങ്ങനെ നാട്ടിലിങ്ങനെ ഫോണിൽ കൂടെ കേട്ടുകൊണ്ടിരുന്നു. പുള്ളി ആരോണ്ടൊക്കെ കാല് പിടിച്ച് രാത്രി പോയി ആരാണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്ത് 10-5 ആയിട്ട് രാത്രിയിൽ ആ വാടക കൊടുക്കുമായിരുന്നു. ആ രാത്രി പിന്നെ വേറും വീട്ടിലോട്ട് മാറുമായിരുന്നു. മാറി അവർക്കും പിന്നെ അവിടുത്തെ ഡെപ്പോസിറ്റ് തന്നെ കൊടുക്കാൻ 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റി. അതൊക്കെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനോട് എനിക്ക് മിണ്ടാൻ പറ്റത്തില്ലായിരുന്നു, ചോദിക്കാനില്ല. ഈ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് 10-5 എല്ലാവരുടെ കടം മേടിച്ച് ചോദിക്കാൻ ഒരാളില്ല. ഒരു ഭയങ്കര വല്ലാത്തൊരു ജോലിക്ക് പോകുന്നില്ലായിരുന്നു. ആ സമയത്ത് ജോലിക്ക് പോകുന്നില്ല. ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം കൊച്ചിൻ്റെ ഓപ്പറേഷന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ലായിരുന്നു. ആദ്യം ലീവിലായിരുന്നു. പിന്നീട്
പോകാൻ പറ്റാതെ. ഇത് കഴിഞ്ഞ് പിന്നെ റൂമെടുത്തു. വീട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് എടുത്തത്. അപ്പം ആ സമയത്ത് ഞാൻ കേസ് തുടങ്ങണമല്ലോ. ഒരു പോലീസുകാരനോട് എന്ന് പറഞ്ഞു, സാറേ അറിയാവുന്ന ഒരാളെ ത്രൂ വിട്ട് അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പം പുള്ളി ആദ്യം ചെയ്ത് എന്താണെന്ന് പറയട്ടെ, അവരുടെ നമ്പർ തരാൻ പറഞ്ഞു. 3 പേരുടെയും നമ്പർ മേടിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ബാർഗെയിനിങ് ആയിരുന്നു അവിടെ. ഓഫ്, ഈ കേസ് ആക്കാതിരിക്കാൻ വേണ്ടി ബാർഗെയിൻ ചെയ്തായിരുന്നു. അതായത് എത്ര ലക്ഷം രൂപ തരും കൊടുക്കുമെന്നൊക്കെയായിരുന്നു. പോട്ടെ, പോലീസുകാർ അവിടെ. അപ്പം ഞങ്ങൾ പ്രോപ്പർ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നാട്ടിലല്ലേ ഇത് ഓപ്പൺ ആയത്, അവിടെ ഒരു 0 FIR ഇട്ട് കേസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കണം, അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ള ഒരു പ്രമുഖനായ വക്കീലിനെ, മലയാളിയായ ഒരു വക്കീലിനെ, വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വക്കീലിനെ, അയാളെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്നെ പോലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്നോട് പറഞ്ഞു 1 ലക്ഷം രൂപ എനിക്ക് തരണമെന്ന് പറഞ്ഞു. മലയാളിയായിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം 75 ലക്ഷമാണ് അതിജീവിതയ്ക്ക് കഴിഞ്ഞ ദിവസം കേസ് നടത്താൻ. അതായത് തനിക്കിത് സംഭവിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സാധാരണക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവിടുത്തെ നിയമത്തിനോ നമുക്ക് എന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലേ ഒരു സാധാരണക്കാരുടെ കാര്യത്തിൽ. സാധാരണ ആദ്യമൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ, സത്യമായിട്ട് സാധാരണക്കാരിയാണ്, എനിക്കൊന്നും പറ്റത്തില്ല, എൻ്റെ വാക്ക് വിശ്വസിക്കത്തില്ല, ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഒറ്റയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ തലയോളം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കത്തില്ല. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ പറ്റിയത്. അത് കേസെടുക്കത്തില്ല, അവസാനം അയാളും കേസെടുത്തില്ല. പിന്നെ ഈ കുട്ടിയെ വയ്യാത്ത കൊച്ചിനെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തപ്പം കൊച്ചുമായിട്ട് വരണം. അപ്പം പക്ഷേ അവിടെ ഒരു SI ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് കേസെടുത്തില്ല, പക്ഷെ പുള്ളിക്കാരൻ എന്നോട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യണം, ഇങ്ങനൊരു ഗൈഡ് ലൈൻ തന്നു. അതിനുശേഷം ഞാനൊരു വക്കീലിനെ കൊണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് നാട്ടിൽ വെച്ച്, കായംകുളത്ത് വെച്ച് തന്നെ, ഇവിടെ കരുനാഗപ്പള്ളി ACP, കൊല്ലം SP, കമ്മീഷണർ എല്ലാവർക്കും ഞാനിങ്ങനെ അതുപോലെ തന്നെ മുംബൈയിലെ കമ്മീഷണറെ എല്ലാവർക്കും ചേർത്തൊരു രജിസ്റ്റർ ചെയ്ത് അയച്ചു. ഇത് സെപ്റ്റംബറിൽ 23-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഒക്ടോബർ 23 ഇതിലൊക്കെ എന്നിട്ടെ എൻ്റെ വീടും പോലീസ് സ്റ്റേഷനും തമ്മിൽ തന്നെ ഇടയ്ക്കൂടെ ഒരു ഹൈവേ മാത്രമേ ഉള്ളൂ. ഒരു ഹൈവേ ബോംബെയിൽ 200 മീറ്റർ ഏറിയാൽ ഒരു ഹൈവേക്ക് ദൂരം അത്രയേ ഉള്ളൂ. ഹൈവേയുടെ അപ്പുറം ഇപ്പുറമാണ്. അത് രജിസ്റ്റർ അവർ കിട്ടിയിട്ട് 1 മാസം കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നത്. നിങ്ങളുടെ ഒരു, ഞാൻ പറഞ്ഞു, ഇത് പോലീസുകാരൻ വന്ന് തിരക്കിയിട്ട് പോയി, പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ശരി, പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ പ്രതികളുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഈ സ്ത്രീ ഇത്രയൊക്കെ ആ സമയത്ത് അവരുടെ മോനോട് സംസാരിക്കുന്നത്, എൻ്റെ അമ്മ അങ്ങനെ ചെയ്യത്തില്ല. ഇവർ ആ സമയത്ത് ഇവർക്കറിയാം ഇത് കേസ് ഇന്നല്ലേ നാളെ ആകുവാണേലും അവർ ആ കൊച്ച് മോശപ്പെട്ട രീതിയിലാക്കി, അമ്മ മോശപ്പെട്ട രീതിയിൽ, ഇവരങ്ങ് അപ്പോഴത്തേനങ്ങ് അവരുടെ വായി വരുന്ന എല്ലാവരോടും പറഞ്ഞ്, അത് അവർ കൂടെ നിന്നതും കൂടെയാണല്ലോ, അവർ 3 വർഷം കൂടെ നിന്നുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്കൂളിൽ തൊട്ട് പഠിച്ച സുഹൃത്തുക്കളുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ എല്ലാവരും അറിയാം. എല്ലാവരും ഫേസ്ബുക്കിൽ പോയി പുള്ളി സംസാരിച്ച് അങ്ങനെ കുറേ നടന്നു. ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വല്ല പ്രശ്നങ്ങളിലോട്ട് പോകുമായിരുന്നു. പിന്നെ ഈ ഒക്ടോബർ 23 അവർ വന്നിട്ട് പിന്നെ കേസെടുത്തത് നവംബർ ലാസ്റ്റ്. ഒരു പോക്സ്കോയുടെ ഒരു കേസിനകത്ത് എടുത്ത സമയമാണിതൊക്കെ. 15 വയസ്സുള്ളൊരു കൊച്ചിന് പറ്റിയതിൻ്റെ ദുരന്തത്തിൻ്റെ, അതും ക്ലിയർ റിപ്പോർട്ടാണ്. കുഞ്ഞിന് ഓപ്പറേഷൻ നടന്നത്, കൗൺസിലിംഗ് നടന്നത്, എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു കേസ് എടുക്കാൻ എടുത്ത സമയം. അപ്പോൾ തന്നെ അറസ്റ്റ് നടന്നു. അതും അതിലൊക്കെ. അപ്പം 23-ാം തീയതി നവംബർ 23-ന് വിളിപ്പിച്ചു, കൊച്ചിനെ വിളിച്ചിട്ട്. അതിലൊക്കെ രസം വെച്ചാൽ കൊച്ചിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആയിരുന്നു. രാവിലെ 12 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന FIR എടുക്കുമായിരുന്നു. FIR അന്ന് എടുത്തത്.
എന്നിട്ട് ഈ കൊച്ച് ലാസ്റ്റ് ഇറിറ്റേറ്റായി. കാരണം ഒരിക്കലും ഇങ്ങനത്തെ ഒരു കൊച്ചിൻ്റെ എന്താ പറയുന്നത് ഒരു ഇതെടുക്കുന്ന ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു പ്രൈവസി ഉണ്ട്. ഇത് ഇടയ്ക്ക് വന്ന് എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പല ആളുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി തുറന്നും. പിന്നീടത് FIR എടുത്തു. പിന്നെ ഇത് മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പം അപ്പോഴത്തേന് നവംബർ ലാസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി വന്നപ്പോൾ ഒരാളെന്നോട് പറഞ്ഞ അപ്പോൾ ഇവർ പ്രതികളുടെ ഡീറ്റെയിൽ എല്ലാവർക്കും കിട്ടി. അവിടെ ഒരു ACP ഒരു സ്ത്രീയായിരുന്നു പുള്ളിക്കാരി. അവർക്ക് മുൻകൂർ ജാമ്യത്തിന് സമയം കൊടുക്കുമായിരുന്നു. എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കും. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാലേ ആ രാത്രി ഞാൻ ഓട്ടം 8 മണിക്കുള്ള പ്രാന്തിയെപ്പോലെ ഓടുമായിരുന്നു. ഒരു നെറ്റിനകത്ത് കണ്ട സർവ്വം മന്ത്രിമാരെ വിളിക്കുന്ന, സകല പോലീസുകാരെ വിളിക്കുന്ന, സകല മനുഷ്യരെ അന്ന് വിളിക്കും. പക്ഷെ ഒരാളും എനിക്ക് ഹെൽപ്പ് ചെയ്തില്ല. അന്ന് രാത്രി ഞാൻ ചില സമയത്ത് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ആ രാത്രി എന്ത് എന്നിട്ടെ ഒരു 11:30 കഴിഞ്ഞപ്പം നമ്മുടെ യുക്തി ഈ മൊബൈലിൽ കാണുന്ന ഫേസ്ബുക്കും റീൽസിൻ്റെ അകത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിയിൽ ചെയ്താണ് രാത്രി 11:30 ഞാനൊരു ട്വിറ്റർ അക്കൗണ്ട് ഓപ്പണാക്കി. മഹാരാഷ്ട്ര CM ഉപമുഖ്യമന്ത്രിക്ക് കമ്മീഷണർക്ക് ട്വിറ്റർ ചെയ്തു. അതിനുശേഷം രാത്രി 2 മണിക്ക് ഈ കേരളത്തിലുള്ള സർവ്വ മിനിസ്റ്റർമാർ BJPയുടെ വലിയൊരു പുള്ളിക്കാരന് അവരൊക്കെ ഉണ്ടല്ലോ, അതായത് അത് പറയണം അങ്ങനെ തന്നെ. ആ വ്യക്തി ഒന്ന് രാത്രി ഫോൺ കട്ട് ചെയ്ത് കളയുമായിരുന്നു. രാത്രി 2 മണിക്ക് ഞാനിങ്ങനെ വിളിച്ച് ലാസ്റ്റിൽ പോയി നരേന്ദ്രമോദിയുടെ പോർട്ടലിൽ, പ്രൈം മിനിസ്റ്ററുടെ പോർട്ടലിൽ. പക്ഷേ ഇത്രയും പേരെടുക്കാഞ്ഞെടുത്ത് അവിടെ ഫോണെടുത്ത് ആ രാത്രി പ്രൈം മിനിസ്റ്ററിൻ്റെ പോർട്ടലിൽ എടുത്തു. ആ രാത്രിയിൽ പോർട്ടൽ അവർ FIR നമ്പർ മേടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇനിയും പേടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അന്ന് രാത്രി ഞാനിങ്ങനെ ഉറങ്ങാതിരുന്ന കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് പൈസ ഇല്ല, നല്ല വക്കീലില്ല, ആളില്ല. ഒരു അമ്മയും മോളും ഒരു ഫ്ലാറ്റിനകത്ത് നിന്ന് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുക. കൊച്ചിന് ഇതിനെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, ഇതിനെ ബെഡ്റൂമിൽ ഇതുപോലെ ഞാൻ അടച്ചിട്ടേക്കുക, വെളി വരരുത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പം എന്താ ചെയ്യുന്നട്ടെ ഈ ട്വിറ്റർ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസ്സും കണ്ടു. അവരിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു. അവർക്ക് നേരെ CMൻ്റെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കമ്മീഷണർക്ക് ചെന്ന എൻക്വയറിക്ക്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പോൾ എനിക്കൊരു ഉച്ചയായപ്പോൾ എനിക്കൊരു കോൾ വന്ന് ക്രൈം ബ്രാഞ്ചിൻ്റെ ഓഫീസ് വരിക. അവർ പേപ്പർ നോക്കിയിട്ട് പറഞ്ഞ് എന്തുകൊണ്ടാണ് 2 ദിവസം ലോക്കൽ പോലീസിൻ്റെ നിൽക്കും, എന്തുകൊണ്ട് അറസ്റ്റ് വൈകിക്കുന്നു എന്ന് ഞങ്ങൾ നോക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഈ കേസ് എടുക്കും, പിന്നെ എവിടെ പോയാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എടുക്കാൻ പറഞ്ഞു. ആ ഒരു രാത്രി വെളുത്ത് എല്ലാവരും അറസ്റ്റായി. അതായത് 2023 ഡിസംബർ 8 അവർ അറസ്റ്റായി. എല്ലാവരും രാത്രിക്ക് മുമ്പ് എല്ലാവരും അറസ്റ്റായി. പക്ഷേ ഇത്രയും ഞാൻ ട്വിറ്റർ ചെയ്ത് ഇത്രയും പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായി. മറ്റേ മുൻകൂർ ജാമ്യം അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് മുഴുവൻ അതിൻ്റെ ലൂപ്പ് ഹോൾ ഇട്ട് ചാർജ് ഷീറ്റ് ചെയ്തു. പിന്നീടാണ് പട്ടിണി, കടം, വാടക, ബാങ്ക് ലോൺ മുടങ്ങി, കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോഴത്തേനും വീണ്ടും അടുത്ത ന്യൂറോയുടെ പ്രശ്നം തുടങ്ങി. 2 ദിവസമൊക്കെ ഞങ്ങൾ ബ്രെഡ് മാത്രം കഴിച്ച് നിന്നു. അപ്പം പിന്നീട് ഇങ്ങനെ ഒരു മലയാളി ബോംബെയിൽ തന്നെ ഒരു സീനിയറായിട്ടൊരു ജേർണലിസ്റ്റ്, ഒരു പത്രപ്രവർത്തകൻ, പുള്ളിയെ ഞാൻ ഇങ്ങനെ ഒരു മലയാളി അസോസിയേഷനിൽ കൂടെ ഞാൻ വിളിച്ചു. പുള്ളി ഫോൺ എടുത്തു. കാരണം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത വ്യക്തിയുള്ള ഒരാളാണ്. അപ്പം പറഞ്ഞ് സമാധാനപ്പെടെന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് പുള്ളിക്കാരൻ ഇത് ഒരു ചാനലിനകത്ത് ഇതിട്ട് ചാനൽ അറിഞ്ഞപ്പം അപ്പോഴത്തേന് 4 സൈഡിൽ നിന്ന് മലയാളികൾ വന്നു ഹെൽപ്പ് ചെയ്യാനും. അപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞാനും മോളും 2 ദിവസമായിട്ട് ബ്രെഡ് മാത്രമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഒരു ചേച്ചി വന്നിട്ട് പെട്ടെന്ന് എൻ്റെ 2000 രൂപ തന്നിട്ട് പറഞ്ഞ് കൊച്ചിന് ആഹാരം മേടിച്ചു കൊടുക്കുക. ആദ്യം അവർ പെട്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് ആഹാരം മേടിച്ചു കൊടുത്തു. പിന്നെ അപ്പോഴത്തേന് അപ്പം ഞങ്ങളുടെ ആ വീടും 4 മാസം റെൻറ്റ് പെൻഡിങ്ങായി ഇറക്കി വിടുക. പോലീസ് കംപ്ലൈൻ്റായി, പോലീസുകാർ വന്ന് വീണ്ടും ഞങ്ങൾ ഇറക്കുക. അപ്പോഴത്തേന് മലയാളി അസോസിയേഷനിൽ തന്നെ ഒരു
പെട്ടെന്ന് വന്ന് പുള്ളി പോയി ഒരു വീടെടുത്ത് തന്ന് ഒരു പൈസ ആയിട്ട് പെട്ടെന്ന് ഞങ്ങൾ മാറ്റി. കുറേ മലയാളി അസോസിയേഷൻകാരൊക്കെ വന്നു. തൽക്കാലം ഞങ്ങൾക്ക് കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിനും പിടിച്ച് നിൽക്കാനും ഒക്കെ ഒരുവിധം ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഈ മലയാളി അസോസിയേഷനകത്തുനിന്ന് വന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ, എൻ്റെ കായംകുളം നാട്ടുകാർ തന്നെ, ഇവർ വന്ന് കണ്ടുപോയി. കൊച്ചിൻ്റെ ഫോട്ടോ, കൊച്ചിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, കൊച്ചിൻ്റെ പേര്, ഇതെല്ലാം നാട്ടിൽ വന്ന് പറഞ്ഞു. അത് വലിയ ക്രൈമാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ എൻ്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചൊരു വ്യക്തി, മുംബൈയിൽ വലിയ ഒരു വ്യക്തിയാണ്. ന്യൂസിൽ വന്നില്ലേ, ഒരു ചാനലുകാരെടുത്തപ്പോഴല്ലേ ഇത് സഹായിച്ചത്. അവരും പ്രമുഖരല്ലേ എന്ന് കരുതി അവർക്കൊരു ലിങ്ക് ഇട്ട് കൊടുത്തു ഈ പത്രക്കാരന്. ആ വ്യക്തി ആ രാത്രി മുഴുവൻ ഇരുന്ന് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കെല്ലാം അയച്ചു കൊടുത്തു, ഇന്നാടെ മോളാണെന്ന് പറഞ്ഞു. അതായത് കുട്ടി അവർ പത്രക്കാരൻ വിചാരിച്ചെന്താട്ടെ എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ആവുന്നെങ്കിൽ ആകട്ടെ. അതായത് ഈ പുള്ളിയുടെ ഒരിക്കലും ഒരു ഇതല്ല. പക്ഷേ ആ വ്യക്തി അവരൊക്കെ ഫേസ്ബുക്കിനകത്തിരുന്ന് ആഹോരാത്രം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ അന്ന് രാത്രി ചെയ്തതാണ്. അതൊക്കെ വിവരമില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. മനഃപൂർവ്വം ആ രാത്രി മുഴുവൻ ഞങ്ങളുടെ നാട്ടിൽ ഓരോരോ വ്യക്തികൾക്ക് ഇട്ട് കൊടുത്തു. അല്ലായിരുന്നേ ഒരു ന്യൂസ് വന്നു പോകുന്ന ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയാണെന്നോ അല്ലെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നോ ഒന്നും. ഇപ്പം മോള് പഠിക്കുമല്ലേ വീണ്ടും? മാസ് മീഡിയ. പഠിത്തം ഇതുവരെ മുടങ്ങിയിട്ടില്ല. പഠിത്തം മുടങ്ങിയിട്ടില്ല. എനിക്ക് മോള് റിക്കവറായി വരുന്നുണ്ട്. പേടിയുണ്ടോ ഇപ്പോഴും? പേടിയല്ല, പക്ഷെ അവർ ജയിലല്ലേ ഇപ്പോഴും. ഈ രണ്ട് പേടിയല്ലേ ചെയ്യും. നമുക്കിങ്ങനെ നടന്ന ഒരു സംഭവത്തിൽ ഇപ്പം അല്ല, കൗൺസിലിംഗ് എല്ലാം വ്യക്തമായിട്ട് വന്ന് ശാരീരിക ബുദ്ധിമുട്ടേ ഉള്ളൂ, മാനസികമായിട്ട് അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാലേ, ഈ പുറത്ത് നടന്ന കോലാഹലം ഞാനാണ് മാനേജ് ചെയ്തത്. പുള്ളിക്കിതൊന്നും അറിയാതിരിക്കട്ടെ. നമ്മൾ പറയല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് നമ്മൾ എപ്പോഴും BGM ഒക്കെ ഇട്ട് പറയും. അത് ഭക്ഷണം മാത്രമല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും നമ്മളായിട്ട് ഭൂമിയിൽ കൊണ്ടുവന്നതാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മളെ മാത്രമാണ്. അത് വൺസ് നമ്മൾ ഒരു ചേച്ചി പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നും പിന്നും ഇല്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. പിന്നെ കേസ് അവർ ജയിലിൽ പോയി. സെഷൻ കോടതി അവരുടെ ബെയിൽ റിജക്റ്റ് ആയ ആദ്യത്തെ തവണ തന്നെ. അപ്പം ഈ പോലീസ് പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ബെയിൽ ചാർജ് ഷീറ്റ് കംപ്ലീറ്റ് ആയി അവർക്ക് ബെയിൽ കൊടുക്കണമെന്നുണ്ട്. പിന്നെ അവർക്ക് ബെയിൽ റിജക്റ്റ് ആയപ്പം ചാർജ് ഷീറ്റ് 3 മാസത്തിനുള്ളിൽ ക്ലിയറായി കൊടുത്തു. എന്ത് ചെയ്യുന്നവരുടെ പോലീസിൽ മുംബൈക്കകത്ത് വലിയ പ്രമുഖരായ 3-4 ഉയർന്ന ഉദ്യോഗസ്ഥർ പോലീസുകാരിരുന്ന് ഈ കേസിന് കോംപ്രമൈസിന് പഠിപ്പിച്ചു. അത്രയും പിടിപാടുണ്ടായിരുന്നോ? അല്ല, അവർ 3 പേരും റെയിൽവേ ജോലിക്കാരാണ്. ഈ 3 പേരും റെയിൽവേ ജോലിക്കാരായതാണല്ലേ? അതെ. ഒരാൾ ചീഫ് വോയിസ് ആണ് എൻ്റെ കൂടെ താമസിച്ച സ്ത്രീ. ഇവർക്ക് ആ സമയത്ത് വന്നൊരു കടബാധ്യതയുള്ളായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ നിന്ന് വലിയ ചിലവൊന്നും ഇല്ലാതെ ജീവിക്കുമല്ലായിരുന്നു 3 വർഷത്തോളം. മക്കൾ എത്ര പേരുണ്ട് അവർക്ക്? ഒരു മോന്. അവനിപ്പോഴും UK-ലാണ്? അവന് UK-ൽ. ശരിക്കും ഈ വീഡിയോ എനിക്കൊന്ന് മുന്നത്തെ വീഡിയോകളും കണ്ടിട്ടുണ്ടാവണം. അറസ്റ്റ് ആകുന്നതിന് 2 ദിവസം മുമ്പ്, ഇതും ട്വിറ്റർ അക്കൗണ്ടിൽ നമ്മളിട്ടില്ല, പേപ്പർ വന്നപ്പം അറസ്റ്റ് ആകുന്നതിന് 1 ദിവസം മുമ്പെങ്ങാണ്ട് മനോരമ ന്യൂസിനകത്ത് വന്നു. അവർ ചേർത്തലക്കാരിയാണ്. കോതമംഗലം അവരുടെ വീടാണെങ്കിൽ ചേർത്തലക്കാരിയാണ്. അങ്ങനെ എന്തോ പേപ്പറിനകത്ത് കണ്ട് അവനതറിഞ്ഞു. അറസ്റ്റ് ആയതിന് ശേഷമാണോ അതിന് മുമ്പ് കൊണ്ട് അവനത് കണ്ട്. പിന്നെ ചാനലുകളെല്ലാം ഈ എന്താ പറയുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യ, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സും അവരെ കണ്ട്. അന്ന് തന്നെ രാത്രി തന്നെ ഏഷ്യാനെറ്റിൽ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല, ന്യൂസിലൊന്നും വന്നാൽ ഞാൻ അറിഞ്ഞില്ല. എന്നെ സംശയം തോന്നിയ ഒരാൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, കൊച്ചിനെന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ, അല്ല ന്യൂസ് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് ഞാനെന്നാൽ ചോദിച്ചു ഏത് ചാനലിലാപ്പം ചോദിച്ചപ്പോൾ ഏഷ്യാനെറ്റ് നോക്കിയപ്പം എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഏഷ്യാനെറ്റ്, മനോരമക്കാരായിരുന്നു. ഇപ്പം അവർ ജയിലിലാണ്. ചാർജ് ഷീറ്റ് ഇപ്പം തിരുത്തി എഴുതി വാങ്ങിച്ചോ? അല്ല, അത് പിന്നീട് ഇവർ ബെയിലിന് വേണ്ടിയിട്ട് കിട്ടാതെ വന്നപ്പം ഇവർ നമുക്ക് പൈസ, അതാ പറഞ്ഞ ഉയർന്ന ഉദ്യോഗസ്ഥരിരുന്നാണ് അവർക്ക് കേസ് കോംപ്രമൈസ് ആക്കണമെന്ന് പറഞ്ഞത്. കാരണം അവരുടെ യൂണിയൻകാർ നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഫണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തായിരുന്നു ഈ റെയിൽവേക്കാരെല്ലാവരും കൂടെ. അങ്ങനെ പിന്നീട് കേസ് അപ്പോഴും ബെയിൽ റിജക്റ്റ് ആയിപ്പോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഒരു ദിവസം എന്താ പറയുന്നത്, പിന്നീട് ഹൈക്കോടതി വന്നവരിത്. ഹൈക്കോടതി വന്ന ശേഷമായിരുന്നു ബെയിൽ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് അന്ന് കോടതി പുനരന്വേഷണത്തിന് വിട്ട കേസ്.
ഓ, ഈ കേസ് പുനരന്വേഷണത്തിന് വിട്ട്. അങ്ങനെ ഇപ്പം വാദം നടന്നിട്ടില്ലല്ലോ, ഇപ്പോഴും ശിക്ഷ വിധിച്ചിട്ടില്ല, ജയിലിലാണ് അവർ. രണ്ടാമത് ഇവർ സെഷൻ കോടതി വെച്ചായിരുന്നു ജാമ്യത്തിൽ. ഈ ഹൈക്കോടതിയിൽ നിന്ന് എടുത്ത് സെഷൻ കോടതി വന്നായിരുന്നു. സെഷൻ കോടതി വന്നപ്പം ഇതുപോലെ അന്ന് എനിക്ക് വക്കീലില്ലായിരുന്നു. എനിക്ക് 5 പൈസ എൻ്റെ കയ്യിലില്ല കേസ് നടത്താനായിട്ട്, ഒന്നുമില്ലായിരുന്നു എനിക്ക്. ആ സമയത്ത് ഇതുപോലൊരു ദിവസം ഞാനിങ്ങനെ ഈ ഒരു ജേർണലിസ്റ്റിനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, എന്ത് വേണമെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഇതുപോലെ രമേശ് ചെന്നിത്തല സാർ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു, രമേശ് ചെന്നിത്തല സാർ എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു ദാദറിലുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ അതായത് പിറ്റേ ദിവസം കേസാണ്, എനിക്കൊരു വക്കീലില്ല, ഒന്നുമില്ല. ഞാൻ രമേശ് ചെന്നിത്തല സാറിനെ കാണാൻ ചെന്നു. പുള്ളി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിൻ്റെ നാട്ടുകാരിയാണ് ഞാൻ, ഇതുപോലൊരു പ്രശ്നമാണ് എൻ്റെ മോളെ, എനിക്കൊരു വക്കീലോ എൻ്റെ കേസ് നടത്താൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ബോംബെ ആണ് ഗവൺമെൻറ് ലോയർമാരെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. കാരണം അവർ കേസ് ഓൾറെഡി അവർ വിലക്കെടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ വക്കീലിനെ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞേ, അപ്പം വക്കീലിൻ്റെ നമ്പർ തന്നു. ഞാൻ വക്കീലിനെ വിളിക്കുമ്പോൾ അയാൾ എന്നോട് പറയാം പെട്ടെന്ന് വാ കമ്മീഷണർ ഓഫീസിലോട്ട് പേപ്പറൊക്കെ ആയിട്ട്. അതേ സ്ഥാനത്ത് തന്നെ പോയി പിറ്റേന്ന് അയാൾ കോടതിക്ക് കയറുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ ബെയിൽ റിജക്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ ചേച്ചി അതിന് ശേഷം ഇപ്പം വീടിൻ്റെ ജപ്തിയുടെ കാര്യം എന്തായി? വീട് ജപ്തിയാണ്. ഇപ്പം ഒറ്റ തവണ ഞാൻ ആ ലോൺ അടച്ചിട്ടുള്ളൂ. എത്ര ഉണ്ട് കടം? 8 ലക്ഷം രൂപ. 8 ലക്ഷമായിരുന്നു, 10,34,000 കൊണ്ടായി. മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു? അത് പഠിത്തം ഈ മൂന്നാമത് പിന്നെ കുട്ടിക്ക് അവരുടെ ഒരു നെർവിന് ഡാമേജ് പറ്റി, അതിന് ഫിസിയോതെറാപ്പി മരുന്നൊന്നും പറ്റാതെ വന്നു. അവസാനം അതൊരു സർജറി തന്നെ പോയി. സർജറി എന്ന് പറഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ്ങും. ഇപ്പം നമ്മൾ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഈ അമ്മയുടെ മുഖം കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഓർക്കും മുഖമില്ലാത്ത ആളാണോ എന്ന്. അല്ല, ഈ അമ്മയ്ക്ക് മുഖമുണ്ട്, അത് നിങ്ങളുടെ മുഖമാണ്. നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ നിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണ്, ഞാനാണ്, നിങ്ങളാണ് എന്നൊരു ചിന്തയിൽ നിന്നാൽ ഈ പെയിൻ എടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ചേച്ചി എന്നെ വിളിച്ചത് തന്നെ എനിക്കന്ന് ഞാനൊക്കെ സത്യം പറഞ്ഞാലേ ഇപ്പം ഞാൻ കരയാറില്ല സത്യം പറഞ്ഞാൽ. ചേച്ചി എനിക്ക് ഷോക്കായി കുറേ നേരം. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഈ ആളുകൾ ഓരോന്നും പീഡനം ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവരുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് മറ്റൊരെണ്ണവും ഞാൻ അതല്ല, നമ്മൾ വഞ്ചനയാണ് നമ്മളോട് ചെയ്യുന്നത്. പക്ഷേ ഒരാളെ ഉറക്കിക്കിടത്തിയും ബസ്സിൽ പോലും നമ്മളെ ഒരാൾ തൊടുന്നത് ഇഷ്ടമില്ലാത്ത നമ്മളാണ്. ബസ്സല്ല പോട്ടെ, നടന്നു പോകുമ്പോൾ ഒരാളുടെ ദേഹം നമ്മളെ നേരത്തെ മുട്ടിയ എന്നാടാന്ന് ചോദിക്കും. കാരണം നമ്മൾക്ക് അത്ര ഇതുള്ള നമ്മൾ എങ്ങനെയാ മോളത് ജീവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് ഭ്രാന്തിയുടെ കൂട്ട് നടക്കുമായിരുന്നു. ഭ്രാന്തിയുടെ കൂട്ട്. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞ പോലെ ചേച്ചിയുടെ ഇപ്പം പറഞ്ഞ പോലെ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ ചേച്ചിയോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാമറയിലല്ലാണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പൊരുതുന്നുണ്ട്. ചേച്ചിക്ക് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങാം. മോള് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പം എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് തൊട്ടപ്പുറത്ത് വേറൊരു മുറിയിൽ ഞങ്ങളിതൊന്നും കേൾക്കാതെ ഞങ്ങൾ അടച്ചിരിക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, ലൈഫിലൊരു പ്രതീക്ഷ ഉണ്ടാക്കുക. പ്രതീക്ഷയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കടവല്ലേ നമ്മളത്. കടവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ കൈനീട്ടിയതിനൊരു പരിധിയുണ്ട്. തീർച്ചയായും ചേച്ചി. കുഞ്ഞിന് വേറെ മൂന്നാമത്തെ ഓപ്പറേഷൻ നടന്നു. മൂന്നാമത്തെ ഓപ്പറേഷന് ലാസ്റ്റ് നമ്മൾ പൈസ അടച്ചില്ലായിരുന്നു. ഒരു ചെക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അതിൻ്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് വീണ്ടും ഇൻഫെക്ഷനായിട്ട് ഹൈ ഗ്രേഡ് നല്ലതായിട്ട് ഫീവറായിട്ട് വീണ്ടും അഡ്മിറ്റായി. അപ്പോൾ ഒരു ചാരിറ്റിയിൽ നിന്ന് ഒരിച്ചിരി പൈസ അവർ തരാമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിനോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു, നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്. അപ്പം ആദ്യത്തെ തവണ ഇതുപോലെ തന്നെ അവർക്ക് മീഡിയക്കാർ ചെല്ലുവോ ഹോസ്പിറ്റലിൽ അവർ ഇങ്ങനൊരു കേസ്. അതും എനിക്ക് ഏറ്റവും വലിയ വിഷമമാണ്. കാരണം ഇങ്ങനൊരു കുട്ടിയുടെ ഒരു ഓപ്പറേഷൻ പോലും ഹോസ്പിറ്റലുകാർ പേടിച്ചെടുക്കുന്നില്ല. അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാനൊന്നും തയ്യാറായില്ല. എന്നിട്ട് ഇങ്ങനെ മുംബൈയിലാണോ? അപ്പോൾ ഈ സർജൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, ശകലം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് പറഞ്ഞത് അവിടുത്തെ അഡ്മിനുള്ള ആരുമായിരുന്നു. അവർ പിന്നെ അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞു. ഈ കുട്ടി രണ്ടാമത്തെ തവണ അഡ്മിറ്റായപ്പം എല്ലാവരും മുറി തുറന്ന് നോക്കുമായിരുന്നു. എന്തോ
അതവരെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ഇതൊക്കെ നമുക്കടെ വീട്ടിൽ നമ്മളിപ്പോൾ ഞങ്ങൾ പോലും മീഡിയാസ് പറയാറുണ്ട് നമ്മുടെ വീട്ടിലെ ആളാണ് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ട് കൊച്ച് അന്ന് പറഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ ഓരോ തവണയും പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ വീണ്ടും കൗൺസിലിങ്, വീണ്ടും ആ കൊച്ച് അത്രയും മെൻ്റലി വരുക. ചേച്ചി ശരിക്കും എന്നോട് ഇതൊക്കെ സംസാരിക്കണം എന്ന് എന്തുകൊണ്ടായിരിക്കാം ചേച്ചിക്ക് തോന്നിയത്? ഒരു സാധാരണക്കാരി ഒരു വീട്ടമ്മയായിരുന്നു ഞാൻ. എൻ്റെ കുഞ്ഞ് അനുഭവിച്ചതേ ഈ ചെറിയൊരു പ്രശ്നത്തിലല്ല. അതാദ്യം ചിന്തിക്കണം. ഒരു നോർമലി ഒരു കുട്ടിയല്ലായിരുന്നു അവള്. പെട്ടെന്നൊരു ദിവസം അവൾക്കൊരു അംഗവൈകല്യം വരുത്തുക, കൂടാതെ അവിടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ അവർ ചെയ്തിട്ട് പോയത്. ആ കുട്ടിയെ അവിടെ സമ്മതമില്ലാതെ അവളെ ദുരുപയോഗം ചെയ്യുക. ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ അവർ ചെയ്തത്. ഞങ്ങൾ ഭിക്ഷയെടുക്കുക, ചോദിക്കുക, നാട്ടുകാരുടെ ഹെൽപ്പ് ചോദിക്കുക, മന്ത്രിമാരെ വിളിക്കുക, എല്ലാവരോടും വിളിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് പറയട്ടെ, ഒരു എന്താ പറയുന്നത്, നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പീഡനത്തിൽ നേരിട്ട ഒരു സ്ത്രീ, ഒരു വ്യക്തി, അവർ പോലും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ കേസിൻ്റെ പുറകെ ഇത്രയും പോകുന്നത്? അന്ന് ആ സമയത്ത് അവർ കോംപ്രമൈസ് ചെയ്ത് പൈസ മേടിച്ചാൽ പോരെന്നായിരിക്കും. ആ വ്യക്തി പോലും പണ്ട് ഭയങ്കരമായിട്ട് മീഡിയയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തി, അന്നത്തെ സമയത്ത് ആ വ്യക്തി പോലും എന്നോട് ചോദിച്ചു, എന്തിനാ ഇത്രയും കേസിൻ്റെ പുറകെ? നീതി എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന വിഷയമല്ല. നീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു നീതി കിട്ടിയെന്ന്, അല്ലെങ്കിൽ മോൾക്കൊരു നീതി കിട്ടിയെന്ന് പറയേണ്ടത് ഇവർ മാത്രമാണ്, ചേച്ചി മാത്രമാണ്. ചേച്ചിയുടെ നീതിക്ക് വേണ്ടി പോരാടുക. ഇപ്പോൾ കേസ് നടക്കുമല്ലോ, എല്ലാവരും എന്നോട് കേസ് ഇതുവരെ ചേച്ചി എല്ലാവരും ചോദിക്കത്തില്ല ചേച്ചി, ഞാൻ ചോദിക്കത്തില്ല ചേച്ചി, ഒരിക്കലും ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞ നമുക്ക് നീതി എന്ന് പറയുന്നത് അതാണ് അത് ചേച്ചിയുടെ മൈൻഡിലുണ്ടൊരു കാര്യം, അതാണ് ചേച്ചിയുടെ നീതിയും നീതിബോധവും. അത് ഞാൻ വിലയിടാനോ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താനോ അതിനെ ആർഗ്യൂ ചെയ്യാനോ ഒന്നും ആളല്ല, ഒരാളും ആളല്ല. ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ അടുത്ത ബന്ധുക്കൾ നമ്പർ ബ്ലോക്ക് ചെയ്തവരുണ്ട്. എൻ്റെ കുഞ്ഞ്, ഞങ്ങൾ അവരുടെ വീട്ടിലൊന്നും എന്നെ ഞങ്ങളെ വീട്ടിൽ കയറ്റാത്തവർ പോലും ഉണ്ട് ഇന്നത്തെ സംഭവത്തിൽ. പിന്നല്ലയോ നാട്ടുകാരുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഈ 3 വർഷം അനുഭവിച്ചത് ഇപ്പം പറയുന്നില്ലേ, അതിജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പൈസ കൊണ്ട് അവരൊക്കെ ഓപ്പൺലി വന്നും പറയുവാണ്. പക്ഷെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരോ എല്ലാവരും ഫോണിൽ വിളിച്ചിട്ട്, ഞാൻ എൻ്റെ ഇടയ്ക്ക് നമ്പറൊക്കെ എല്ലാവരുടെയും നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. എന്തിനാന്ന് പറയട്ടെ, പലർക്കും ഇതൊരു കഥ അറിയാനായിട്ടാണ്, അവർക്കതൊരു രസമാണ് ഇത് പറയാനായിട്ട്. എൻ്റെ കുഞ്ഞിനെന്നല്ല, ലോകത്തിൽ ഒരു കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും അതിജീവിത എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു ദിവസങ്ങളാണതൊക്കെ. കേസെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമോ ഒന്നുമല്ല അതിൻ്റെ പറയുന്നത്. ഇന്ന് 2 വർഷം 20 ദിവസമായി കേസത്, 20 ദിവസമായി. ഇന്ന് വരെ കേസ് വിചാരണയ്ക്ക് എടുത്തിട്ടില്ല. 23-ാം തീയതി കേസാണ്. ആ വക്കീൽ, ഒരാൾ ശരിയാണ് ഒരു വക്കീലിനെ എപ്പോഴത്തെ, പക്ഷേ അവരുടെ അസിസ്റ്റൻറ്റുമാർക്ക് നമ്മൾ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം മഹാരാഷ്ട്ര പോലൊരു സ്റ്റേറ്റിനകത്ത് നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും പൈസയുടെ പുറകിനാണ് ഈ ഒരു കാലത്ത്. ഒന്നുമില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ കൊന്നിട്ട് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യണമായിരുന്നു. അതേ ഒരു ആദ്യം ഒരിക്കലും ഞങ്ങൾ കേസിന് പോയിട്ട് അനുഭവിച്ച് എന്തനുഭവിച്ചിട്ടാ ഇത്ര എന്തോ ഒരു ദുരിതമാണ് ഞങ്ങളുടെ ജീവിതം. എല്ലാവരും ഫേസ്ബുക്കിനകത്തൊക്കെ കൂട്ടുകാരുടെ മക്കളെയൊക്കെ ഇടുമ്പോഴേ എനിക്ക് വിഷമമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായി? ഒരു സ്ത്രീക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ സ്ഥലം കൊടുത്തതല്ലേ, അതിനോട് കാണിച്ചതും പോരാഞ്ഞിട്ട് കൊല്ലാക്കൊല ചെയ്തത്. അതിന് ആ മുറിവ് ഇപ്പോഴും സ്റ്റെയർ അതിന് കയറാൻ വയ്യ. 20 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അവർക്ക് ഇപ്പോഴും സ്റ്റെയർ കയറാൻ വയ്യ. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും പറയും, ചേച്ചി തന്നെ പറഞ്ഞു എന്നോട് ദൈവവിശ്വാസം ഉണ്ടെന്ന്. പലപ്പോഴും അത് ചേച്ചിയുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ലേ, അനുഭവിച്ചിട്ടുണ്ട്. ഇത്രയും കാശുമായിട്ട് നടന്നിട്ട് പോലും ഈ 2 വർഷത്തിനുള്ളിൽ അവർക്ക് ജാമ്യം അവരിറങ്ങാൻ പറ്റില്ല. ശിക്ഷയുടെ ഒരു 4% അനുഭവിച്ചു കഴിഞ്ഞല്ലോ. ഞാനെന്ന് പറയുന്ന ഒരു അമ്മയുടെ അടുത്ത് എൻ്റെ കുഞ്ഞിനൊരു ദുരന്തം പറ്റിയെന്നുള്ള സത്യം, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ജയിച്ച് നിൽക്കുവാണ്. പിന്നെ എൻ്റെ മോള് ഇത്രയും ഓരോരുത്തരുടെ അടുത്ത് ഞാൻ ഭിക്ഷ വയ്ക്കും. ഇന്ന് എൻ്റെ മൊബൈലിൽ നോക്ക്, ഈ സെമൻസ്റ്റർ
ഇപ്പം ലാസ്റ്റിൻ്റെ ഫീസ് അടയ്ക്കാൻ ഞാൻ എത്ര പേർക്ക് മെസ്സേജ് അയച്ചു, 10,000, 5,000, 2,000, 1,000 ഒക്കെ മേടിച്ചിട്ട് ഞാൻ ഫീസ് അടച്ചത്. പക്ഷേ ഇത്രയും ദിവസത്തിനിടയിൽ എൻ്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ഞാൻ മുടക്കിയില്ല. നമ്മൾ പറഞ്ഞാൽ അതിന് അങ്ങനെ പോലും പറയാൻ പറ്റില്ല. നമുക്കൊരു അപകടം ഉണ്ടായി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു വൃത്തികെട്ട കുറേ ആളുകളിൽ നിന്ന് അവരെ മൃഗങ്ങളോട് പോലും തുല്യം നമുക്ക് പറയാൻ പറ്റില്ല. മൃഗങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ ഇരകളെ കൊന്നു വിഷിക്കാറുള്ളൂ, അല്ലെങ്കിൽ വെറുതെ പോലും ഒന്നിനെയും ചെയ്യാറില്ല. മൃഗങ്ങൾ ചെയ്യില്ല, മനുഷ്യരെ അത് ചെയ്യുള്ളൂ. അപ്പോൾ അവരെ നമുക്ക് മൃഗത്തിനോട് പോലും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവരോടൊന്നും, ഞാൻ പറയില്ല, ആ ഒരു ഡേറ്റ് കഴിഞ്ഞു എന്നല്ല, അത് നമ്മൾ മുന്നോട്ട് പോവുക. ചേച്ചി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒന്നും പറഞ്ഞു തരേണ്ട വരത്തില്ല. പക്ഷേ ഉണ്ട് ചേച്ചി, പ്രവർത്തിക്കും ജീവിതത്തിൽ എല്ലാം എന്താ പറയുക കിട്ടും. കാരണം ഈ 2 വർഷം അവരെ അനങ്ങാൻ പറ്റാത്ത വിധം ജയിലിൽ തന്നെ ആക്കിയത്. എനിക്കറിയില്ല, ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ ഒന്നും എനിക്ക് വെക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ പേ നമ്പർ ഞാൻ വെക്കാം. അക്കൗണ്ട് നമ്പർ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഈ 3ാമത്തെ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ഒരാളാണ്, ഒരു യൂട്യൂബറാണ്, ഇതെടുത്ത് ക്രൗഡ് ഫണ്ട് ചെയ്തത്. ആ സമയത്ത് എനിക്ക് സഹായിച്ച 50 രൂപ തന്നവരുണ്ട്, 10 രൂപ തന്ന സഹായിച്ചു. അത് ആരാന്നറിയാമോ? ശരിക്കും അത് മനസ്സിലാക്കിയോ? നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഈ വീഡിയോയിൽ നമുക്ക് ചേച്ചിക്ക് ഫേസ് ഇല്ല, ഇത് എൻ്റെ മകൾക്കാണ്, എനിക്കാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും അലിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് ചെന്നിട്ട് ഇത് തണ്ടി അയാളുടെ സ്വന്തം മകൾക്ക് എന്ന പോലെ നാണം കെട്ട എല്ലാവരുടെയും ഇതാണ്ട് ഒരു കുഞ്ഞാണ് എന്നെ മാറ്റി നിർത്തിയിട്ട് അയാൾ നാണം കെടുവായിരുന്നു ഫ്രണ്ടിൽ നിന്നിട്ട് 5, 10 രൂപ അങ്ങനെ ചെയ്ത് ആ ഓപ്പറേഷൻ നടന്നത്. ഈ 3 ഓപ്പറേഷൻ, എന്നിട്ട് അതിൻ്റെ തുടർ ചികിത്സകൾ, ഇതൊക്കെ കേസ് ഒരു വലിയൊരു എന്താ പറയുന്നത്. ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കും. പക്ഷെ ഒരു അനുഭവിച്ച ദുരന്തോ എന്താ പറയുന്നത്, ഒരു ദുരിതം ഭയങ്കരമായിപ്പോയി ഞങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലാവും ചേച്ചി. ചേച്ചി എന്താണ് സ്ട്രോങ് ആയിട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി ഓൾറെഡി സ്ട്രോങ് ആണ്. എനിക്കിങ്ങനെയൊന്നും കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യുന്ന എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ എന്നാലും എൻ്റെ ചാനലാലും ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായം എൻ്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണുന്ന എൻ്റെ പ്രേക്ഷകർ എന്താണെങ്കിലും ചെയ്യും ചേച്ചി. കാരണം ഞങ്ങളുടെ മകളാണ്, എനിക്കതേ പറയാനുള്ളൂ. അവൾ എൻ്റെയും കൂടെ മകളാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യാം. ശരി ചേച്ചി. ശരി.